ഭോഷന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി യാഗമനകാലത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിതം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് അവസരം തരുമെന്നേ. ഭോഷന്മാർ അപ്രധാനമായി ഇതിന് പിന്നാലെ പോയി ജീവിതത്തെ വില കുറച്ച് കാണിക്കും. ജ്ഞാനത്തിന് വെട്ടം കിട്ടിയവർ അവരുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ ജീവിതത്തെ ശ്രേഷ്ഠവുമാക്കും. ക്രിസ്തുവിൻ്റെ വളർത്തച്ഛനായ ജോസഫിനെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അവൻ നീതിമാനായിരുന്നുവെന്ന. നീതിമാൻ മാത്രമല്ല, ജ്ഞാനിയുമായിരുന്നു അത്തച്ഛൻ. തൻ്റെ ഭാര്യയാകേണ്ട മേരി ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കാനുള്ള പ്രതിസന്ധി വരികയാണ്. അവളെ യഹൂദ നിയമമനുസരിച്ച് പരസ്യമായി കല്ലെറിയുവാൻ വിട്ടുകൊടുക്കുക ആദ്യത്തേത്. രഹസ്യമായി ഉപേക്ഷിച്ച് അവളെയും കുഞ്ഞിനെയും കൈയൊടുക രണ്ടാമത്തേത്. ഒടുവിലത്തേതാകട്ടെ ഭാര്യയായി സ്വീകരിച്ച കുഞ്ഞിനെ സ്വന്തമെന്നതുപോലെ വളർത്തുകയെന്നും. ഒരു യഹൂദൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത 3ാമത്തെ സാധ്യതയിലേക്കാണ് ജോസഫ് കടന്നു വരുന്നത്. അങ്ങനെയാണവൻ ദൈവപുത്രൻ്റെ വളർത്തച്ഛനാകണ സൗഭാഗ്യം നേടിയെടുക്കുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നവെട്ടം കിട്ടിയ ജ്ഞാനിയായിരുന്നു ജോസഫ്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയെ ആരാധിക്കുവാൻ നക്ഷത്രവെട്ടത്തിലെത്തിയ പരദേശികളെ ജ്ഞാനികളെന്നല്ല വിളിക്കുന്നത്. സ്വനാടും വീടും പ്രിയപ്പെട്ടവരും ഉപേക്ഷിച്ചവർ ബത്ലഹേമിലെത്തിയത് രക്ഷകനെ കാണാനായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വിവേകത്തോടെ ഒരാളെടുക്കുന്ന തീരുമാനം ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന നിമിഷം തന്നെയാണെന്നേ. അപ്പോൾ ദൈവത്തിനകന്ന് ആത്മാവിനെ മറന്ന് നശ്വര വസ്തുക്കൾക്ക് വേണ്ടി വ്യാകുലപ്പെടുന്നവരാണെന്നേ ഭോഷന്മാർ. പുതിയ കളപ്പുര പണിത് വിളവ് ശേഖരിച്ച് ശിഷ്ടകാലം ആസ്വദിക്കുവാൻ ആഗ്രഹിച്ചവരെ ക്രിസ്തു ഭോഷനായ ധനവാനെന്നല്ലേ വിളിച്ചത്. അതെ, ദൈവദൃഷ്ടിയിൽ കൂടുതൽ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കൃപയാണെന്ന് ജ്ഞാനം. ആകയാൽ ഭോഷന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.